അഴിമതിയെക്കുറിച്ച് പറയുമ്പോൾ എപ്പോഴും നമ്മുടെ മനസ്സിൽ തെളിഞ്ഞു വരുന്നൊരു രൂപമുണ്ട്. മറ്റാരുമല്ല, ജേക്കബ് തോമസ് IPS. താങ്കളെ ഒരുപാട് കാര്യമായിട്ട് ഈ സോഫയിൽ ഇരുത്തണമെന്ന് ഞാൻ വിചാരിച്ചിരിക്കുകയായിരുന്നു. ഈ സംഭവാമി യുഗേ യുഗേ എന്ന് പറയാറില്ലേ? താങ്കളുടെ ഇപ്പോഴത്തെ ഒരു ഇമേജിനെ കുറിച്ച് താങ്കൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അറ്റാക്കിന് വന്നാൽ ഒരു 3-4 പേരെ വന്നു കഴിഞ്ഞാൽ രൂപം എപ്പോഴും മനസ്സിലുണ്ടാവുമല്ലോ. ഒരുപാട് IPS ഓഫീസേഴ്സ് ഉണ്ട്, IAS ഓഫീസേഴ്സ് ഉണ്ട്. അവരൊന്നും തന്നെ താങ്കളെപ്പോലെ ഇങ്ങനെ കളം നിറഞ്ഞു നിൽക്കുന്നില്ല. ഇപ്പോൾ ഞാൻ വിജിലൻസ് ആൻഡ് ആൻറ്റി കറപ്ഷൻ ബ്യൂറോ എന്ന് പറയുന്ന ആ കളത്തിൽ മാത്രമേ ഉള്ളൂ. മുഖ്യമന്ത്രിക്കെതിരെ കേസ് കൊടുക്കാൻ വേണ്ടി താങ്കൾ ഒരുപാട് കാലം ശ്രമിച്ചു. ഡിറ്റർമിനേഷൻ, പെർസിവിയറൻസ് എന്നൊക്കെ പറയുന്നത് രോഷമല്ലല്ലോ. IPS അസോസിയേറ്റ് ചില ആൾക്കാർ താങ്കളെ വിളിച്ചൊരു പേരുണ്ട്, യൂദാസ്. പക്ഷേ ഈ പള്ളിയിലും അമ്പലത്തിലും മാത്രമേ ദൈവമുള്ളൂ എന്ന് കരുതുന്ന ഒരാളല്ല ഞാൻ. ജോൺ ബ്രിട്ടാസിലും ഞാൻ ദൈവത്തെ കാണുന്നുണ്ട്. ബാബുവിനെതിരെയുള്ള ആരോപണങ്ങളിൽ വസ്തുതാപരമായിട്ടുള്ള ഒരുപാട് തെളിവ് ശേഖരിക്കാൻ, തെളിവ് ലഭിക്കാൻ വേണ്ടി ഈ റെയ്ഡ് സഹായിച്ചു ഇല്ലയോ? ആ കർമ്മം ചെയ്യുക അത്ര മാത്രമേ ഉള്ളൂ.